ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെയർ കെയർ റൂട്ടീനാണ് കേട്ടോ. ഞാൻ വീക്ക്ലി ട്വൈസ് ഹെയർ വാഷ് ചെയ്യാറുണ്ട്. ആൻഡ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 month ആയി. ഇപ്പോൾ ഇന്ന് 2 month ആയോന്ന് അറിയില്ല, അപ്രോക്സിമേറ്റ്ലി 2 month ആയി. സോ ആ 2 monthൻ്റെ ഉള്ളിൽ എനിക്ക് ലോസ് ആയത് ഇത്രയും ഹെയർ ആണ്. ഇത്രയും മുടി എൻ്റെ തലയിലുണ്ടോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത്ര മുടിയുണ്ട്. ഇത് നല്ല പൈസയ്ക്ക് കൊടുത്ത് നല്ലൊരു പൈസയ്ക്ക് പോകും. അത്രയ്ക്കും മുടിയുണ്ട്. ഇപ്പോഴും എനിക്ക് കൊഴിയാറുണ്ട്, പക്ഷെ അത്രയും ഹെവി ആയിട്ട് കൊഴിയുന്നില്ല എന്നേ ഉള്ളൂ. സോ അങ്ങനെ ഞാൻ ഹെയർ നന്നായിട്ട് ലോസ് ആവുന്ന സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്ത് റീസൺ അറിയാതെ നമ്മൾ ഒന്നും ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞ ഡാൻഡ്രഫിൻ്റെ ചോദിച്ചു. എനിക്ക് നോർമലി എൻ്റെ ഒരു ഓയിലി സ്കാൽപ്പാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻഡ്രഫ് പെട്ടെന്ന് വരാറുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ഇതുവരെയും എനിക്ക് ഹെയർ ലോസ് ഹെവി ആയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കില്ലെന്ന് ഞാൻ തന്നെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ബിക്കോസ് എൻ്റെ ഡാൻഡ്രഫ് ഉണ്ട്, പക്ഷെ അത്രയ്ക്കും ഇങ്ങനെ ഫ്ലേഗി ആയിട്ടുള്ള ഡാൻഡ്രഫ് അല്ല, അടന്ന് വരുന്ന അത്രയ്ക്ക് വലിയ ഡാൻഡ്രഫ് ഒന്നും അല്ല. ഡാൻഡ്രഫ് വരാറുണ്ട്, ഞാൻ വാഷ് ചെയ്യുമ്പോൾ പോകാറുണ്ട്. ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് ഇതുവരെയും ഹെയർ ലോസ് ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, എന്തായാലും ഡാൻഡ്രഫുള്ള സ്ഥിതിക്ക് ഒരു ഷാമ്പു യൂസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആൾ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂസ് ചെയ്യുന്നത് എന്താ പറയുക, വീട്ടിൽ കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. കുറേ കാലമായിട്ട് നമ്മൾ ചെറുപ്പം തൊട്ടേ യൂസ് ചെയ്യുന്ന വീട്ടിൽ കാച്ചിയ വെളിച്ചെണ്ണയാണ്. സോ ഇത് കണ്ട് ആരും ബ്രാൻഡ് ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എണ്ണയാണ് കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ ഈ ബോട്ടിൽ എടുത്ത് ആക്കിയതായിരുന്നു. ഞാൻ നോർമലി ഇത് കുറച്ചെടുക്കും, തലയിൽ എത്രയ്ക്ക് വേണോ അത്രയ്ക്ക് ഞാൻ എടുക്കും. ഇതിൻ്റെ താഴെ ഞാൻ ചുടുവെള്ളം ആക്കിയതുകൊണ്ട് ഇവിടെ ഹോസ്റ്റലിലെ കെറ്റിൽ അലൗഡ് അല്ല. സോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചുടുവെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ടിഫിൻ ബോക്സ് ആണ്. അപ്പോൾ ഇതിലൊരു മേലത്തെ ഈ ഉപ്പേരിയൊക്കെ വെക്കാൻ ഒരു അടപ്പുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചൂടാക്കിയിട്ട് തലയിൽ തേക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ചുടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഈ ഒരു എമൗണ്ട് ഞാൻ എൻ്റെ തലയ്ക്ക് തേക്കാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു സംഭവം ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇത് ഓൾറെഡി ഭയങ്കര അമ്മ വീട്ടിൽ കാച്ചിയ എണ്ണൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കേശവർദ്ധന യൂസ് ചെയ്യാറുണ്ട്. സോ കറണ്ട് പോയി ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് എന്തായാലും പറഞ്ഞു തീർക്കാം. അപ്പോൾ വീട്ടിൽ കാച്ചിയ എണ്ണയിൽ കൂടെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ആയുർവേദിക് അങ്ങാടിക്കടയിലൊക്കെ കിട്ടത്തില്ലേ, കൊട്ടക്കാലിൻ്റെ ആയുർവേദ ഹെയർ ലോസിൻ്റെയും ഡാൻഡ്രഫിനും റിമൂവ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഓയിൽ. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റായിട്ട് തേക്കുമ്പോൾ എനിക്ക് നല്ല ഹെയർ ലോസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിയുണ്ട്, അത് ആർക്കും സ്യൂട്ട് ആയില്ല. എനിക്ക് കുറച്ച് ഓക്കെ ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേശവർദ്ധനി നോർമലി ഞങ്ങൾ മിക്സ് ചെയ്യാറുണ്ട്. ഞങ്ങൾ കാച്ചി കഴിഞ്ഞിട്ട് കേശവർദ്ധനി മിക്സ് ചെയ്ത് ഞങ്ങൾ തേക്കാറുണ്ട്. സോ അങ്ങനെ അതും എറൗണ്ട് ഒരു 30 rupees എന്തോ കിട്ടും. എല്ലാം എനിക്ക് അവർ മെഡിക്കൽ ഷോപ്സിലൊക്കെ കാണാറുണ്ട് കേശവർദ്ധനി എന്ന് പറഞ്ഞ സാധനം. അതല്ലാതെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഉണ്ട് കേശവർദ്ധനി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ബോട്ടിലുണ്ട്, ഒരു പിങ്ക് കളർ ഓയിലാണ്. സോ ഇത് ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു സംഭവം കൂടി ഒഴിക്കാറുണ്ട് കേട്ടോ. അതെന്താ ഞാൻ കാണിച്ചില്ല. ഇതാണ് കേട്ടോ ആ സാധനം, വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് കേട്ടോ. ഇത് ഞാൻ നോർമലി എപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴും ഇതുപോലെ എണ്ണ ഞാൻ ചൂടാക്കുന്ന സമയത്ത് ഒരു ക്യൂബ് എടുത്തിട്ട് ഞാനിതിൽ ഒഴിക്കാറുണ്ട്. ഓക്കെ, ഒഴിച്ചു വെച്ചാൽ ലൈക്ക് ഇതുണ്ട്, ഒരു എണ്ണയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് ഏരാകുമ്പോൾ അതൊരു കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറാവും. കുറച്ച് നല്ല ചൂടായിട്ടൊന്ന് ഇളം ചൂടുന്ന, ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോൾ ആക്കുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട്. അതൊരു ഇളം ചൂടാവുന്ന സമയത്ത് ഞാൻ തലയിൽ തേക്കാറുണ്ട്. കുറച്ച് നേരം ആയിട്ട് തേക്കാം. അപ്പോൾ ഞാൻ ഷാമ്പൂയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഷാമ്പൂ ഇതാണ് ആ ഷാമ്പൂ. ഇത് എന്താ വെച്ചാൽ, ഞാൻ നോർമലി യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഈ കീറ്റോ കോണസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെഡിസിൻ, ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുള്ളത് നമുക്ക് ഡാൻഡ്രഫ് പോലെ, ഇത് ഫംഗലാണല്ലോ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്, ആ സാധനം പോകാൻ ഭയങ്കര ബെസ്റ്റാണെന്ന്. അപ്പോൾ ആൾ പ്രിഫർ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കിത് അറിയാലോ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് യൂസ് ചെയ്ത എന്താ കാര്യം എന്ന് വെച്ചാൽ, പോകുന്നുണ്ട്, ഡാൻഡ്രഫ് പോകുന്നുണ്ട്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ആ ഒരു ഓയിലി സെക്രീറ്റ് ആവുമല്ലോ, സെപ്പം പോലെ സെക്രീറ്റ് ആവുള്ളൂ. ആ സാധനം വരുമ്പോൾ പിന്നെയും ഡാൻഡ്രഫ് വരുന്നുണ്ട്. സോ എനിക്ക് ഡാൻഡ്രഫിനൊരു ഫുള്ളി സൊല്യൂഷൻ ആണോ ചോദിച്ചാൽ, ഈ ഷാമ്പു അത്രയ്ക്കും ഫുൾ സൊല്യൂഷൻ നമുക്ക് തരത്തില്ല എന്ന് ഞാൻ പറയും. പിന്നെ ഡ്രൈ ആക്കാതെ നോക്കുക എന്നുള്ളതാണ് കാര്യം. നമുക്ക് വീക്ക്ലി അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്ങനെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതൊരു കാര്യം. പിന്നെ ഓയിൽ വെച്ച് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ഓർ മന്ത്ലി എനിക്ക് അറിയുമെന്നറിയില്ല, പക്ഷേ ഞാൻ വൺസ് ഇൻ എ വീക്ക് ഓർ വൺസ് ഞാൻ വീക്കിൽ ഓയിൽ വെക്കാറുണ്ട്. ഓർ ട്വൈസും നോർമലി ഞാൻ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഹെയർ വാഷ് ചെയ്യുന്ന മുന്നേ ഞാൻ എന്തായാലും ഓയിൽ വെക്കാതെ ഹെയർ വാഷ് ചെയ്യാറില്ല. ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറില്ല. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന മുന്നേ എപ്പോഴും അതിൻ്റെ ഒരു 1 or 2 hours മുന്നായിട്ട് തന്നെ ഞാൻ ഇതുപോലെ ഓയിൽ കുറച്ച് ചൂടാക്കിയിട്ട് ഈ ക്യാപ്സ്യൂള് വിറ്റമിൻ ഇ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് നന്നായിട്ടത് ഒന്ന് ചൂടായി കുറച്ച് ആറുന്ന ഒരു സ്റ്റേജിൽ ഞാനെടുത്ത് തേക്കാറുണ്ട്. തേച്ചിട്ട് കുറച്ച് ഇരുന്നിട്ട് ഒരു വാഷ് ചെയ്ത് കളയും, ഫുള്ളായിട്ട് വാഷ് ചെയ്ത് കളയും. അപ്പം പിന്നെ എക്സസ് ആയിട്ടുള്ള ഓയിലൊന്നും നിൽക്കാതെ അത്രയ്ക്ക് ഞാൻ ക്ലീൻ ആയിട്ട് വാഷ് ചെയ്ത് കളയണം. അതല്ലെങ്കിൽ പിന്നെയും ഡാൻഡ്രഫ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഷാമ്പൂസും ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. റാൻഡമായിട്ടുള്ള പണ്ട് പിന്നെ വിഷ്കാറിൻ്റെ ഷാമ്പൂ നല്ലതായിരുന്നു. പിന്നെ ഇതൊന്നും അടുപ്പിച്ച് വാങ്ങിക്കാനുള്ള കൃത്യമായിട്ട് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്നുള്ള അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ റാൻഡമായിട്ട് നമുക്ക് എന്ത് ഷാമ്പൂ കിട്ടുന്നു അതാണ് യൂസ് ചെയ്യുന്നത്. നോർമലി ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ യൂസ് ചെയ്യുന്നത് ഷിക് ഷാമ്പൂ ആണ് കേട്ടോ.
പണ്ടത്തെ ശിക്ഷാമ്പൂ. അപ്പോൾ അതാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് നോർമലി. ഞാൻ ഇടയ്ക്ക് വെച്ച് മാറ്റിയായിരുന്നു, പിന്നെ എനിക്കത് വാങ്ങിക്കാൻ നമ്മൾ എപ്പോഴും പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ, അതാണ് ശരിക്കും മെയിൻ കാര്യം. അതുകൊണ്ട് തന്നെ പിന്നെ കിട്ടുന്ന ഷാമ്പു എടുത്ത് യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിച്ച സ്ഥിതിക്ക് ഞാൻ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇതും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് തേച്ച് കുറച്ച് നേരം വെച്ചിട്ട് കഴുകി കളയാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഡാൻഡ്രഫ് പോകുമല്ലോ. അപ്പോൾ അങ്ങനെയും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടോണർ ഞാൻ ആദ്യം ഈ ആൽഗുഡ്നസിന്റെ ടോണർ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോൾ PG വന്ന സമയത്ത് എനിക്ക് ഇതുപോലെ നല്ല സിവിയർ ആയിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തത് ഇതുപോലെ അയൺ ഡെഫിഷ്യൻസി, വിറ്റമിൻ D ഡെഫിഷ്യൻസി എന്നൊക്കെയാണ് പറയാറ്. ഞാൻ ശരിക്കും വെയിലത്ത് നടക്കാറുണ്ട്. ഇപ്പോൾ വെയിൽ നമുക്ക് വിറ്റമിൻ D തരുന്നില്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ വെയിൽ തന്നെ നടന്നു പോകാറ്, കളിക്കാറ്, അങ്ങോട്ട് പോകും. ആ സമയത്താണെങ്കിൽ പുറത്ത് എപ്പോഴും ഇറങ്ങി അങ്ങോട്ട് പോകാം, ഇവിടെ പോകാം, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് നടന്ന സമയത്ത് പോലും വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി പറയുമ്പോൾ ഞാൻ വെയിൽ തന്നെയല്ലേ നടക്കാറ്. എന്താ സംഭവം, സൂര്യൻ ഇനി വിറ്റമിൻ D കുറഞ്ഞതാണോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതിന് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാറുണ്ട് ഞാൻ അങ്ങനെ കുറയുന്ന സമയത്ത്. അതല്ലാതെ ഇനിയിപ്പോൾ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഞാൻ അതല്ലാതെ വേറൊരു ടാബ്ലറ്റ് ഞാൻ എടുക്കുന്നില്ല. ഹെയർ ഗ്രോത്തിനെന്ന് പറഞ്ഞിട്ട് ഞാൻ നോർമലി ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഹെയർ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾ, സ്കിന്നും ഭയങ്കരമായിട്ട് നോക്കി അങ്ങനെ ഭയങ്കര വൃത്തിക്ക് നോക്കുക അങ്ങനെയൊന്നുമില്ല. അത് വളരുന്ന ഒരു പരിധി ഉണ്ടല്ലോ നമുക്ക് നോക്കാൻ. പിന്നെയും അത് കൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളതിനെ പിടിച്ച് വെക്കാൻ പറ്റില്ല. ഒരാൾ പോകണു പറഞ്ഞു വെച്ചാൽ നമ്മളതിനെ പിടിച്ച് നിർത്താൻ പറ്റില്ല. ഒപ്പിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക, ഓക്കെ കുഴപ്പമില്ല, പിടിച്ച് നിർത്തരുത്, ഒന്നിനെ പിടിച്ച് നിർത്തരുത്. അതുകൊണ്ട് തന്നെ ഞാനും ഒന്നും പിടിച്ച് നിർത്താറില്ല. അത് പോട്ടെ. എൻ്റെ ഒക്കെ ഇവിടെ പില്ലോ കവറിലും തറയിലും പായിലും ഞാൻ നടക്കുന്ന എല്ലാവിടെയും വെച്ച് എല്ലാവിടെയും ഉണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കി വെച്ചാൽ ഇതാ കണ്ടു, ഇതാ ഞാൻ ആലോചിച്ച് ഇത് പറഞ്ഞേ ഉള്ളതാ. ഇതെന്തുമാതിരി കുഴിച്ചിടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും ഞാനിപ്പോൾ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. നോർമലി അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ശരിക്കും പറഞ്ഞു. അയ്യോ കൊഴിയുന്നുണ്ടല്ലോ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നീ കൊഴിഞ്ഞോ പോട്ടടോ എന്തടോ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വിട്ട് കഴിഞ്ഞു. അങ്ങനെ ശരിക്കും ഇത് അത്യാവശ്യം ചൂടായിട്ട് കുറച്ച് ആറിയിട്ടുണ്ട് കേട്ടോ. ഇത് എണ്ണ അപ്പോൾ ഇങ്ങനെ ഞാൻ കാണിക്കാം. ദിസ് ഈസ് ദ ഓയിൽ. ഇതുണ്ടോ ഒരു യെല്ലോ ഒരു ഗോൾഡൻ ഷെയ്ഡ്. അപ്പോൾ ഇതാണ് ഞാൻ തേക്കാൻ പോകുന്ന സാധനം. നന്നായിട്ട് തിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ മുടി ഭയങ്കര ഉണ്ടെങ്കിൽ നന്നായിട്ട് തിക്കായിട്ടുണ്ടാവണം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഉണ്ടെങ്കിൽ തിക്കായിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ മുടി വളർത്തരുത്. ഇതൊരുമാതിരി കോലുമാതിരി ഞാൻ വീട്ടിൽ പറയാറുണ്ട് കേട്ടോ. വെച്ചത് ഭയങ്കരമായിട്ട് തിന്നായിട്ട് മാറുന്ന വെച്ചാൽ പ്ലീസ് ഞാൻ കട്ട് ഇട്ട് ചോദിച്ചാൽ പറയും വേണ്ട കട്ട് ചെയ്യാമോ, കട്ട് മാത്രം ചെയ്യരുത്, അത് മാത്രം ചെയ്യരുത്, എന്ത് വെച്ചാൽ ചെയ്തത്, പക്ഷെ മുടി കട്ട് ചെയ്തത്. എന്ത് അവസ്ഥയാണ് ഇതുപോലെ ഭയങ്കര തിന്നാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം. എനിക്കാണെങ്കിൽ ഒന്ന് പിന്നെ ഇടുമ്പോൾ എന്താ പറയുക അത്ര തിക്ക് തോന്നിക്കത്തില്ല. എനിക്ക് വെറുതെ നമ്മൾ പോണിട്ടാൽ കെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ തിക്ക് തോന്നിക്കും. പക്ഷേ എന്താ പറയുക പിന്നീടാണെങ്കിൽ ഉണ്ടല്ലോ അത്രയും തിക്ക് തോന്നിക്കുന്നില്ല. എനിക്കാണെങ്കിൽ സങ്കടമായിട്ട് പോയി. മുടി കൊഴിച്ചിൽ കാണുമ്പോഴേ ഭയങ്കര സങ്കടം. നന്നായിട്ട് തേച്ചു കേട്ടോ, നന്നായിട്ട് തേച്ചു. ഇതൊന്നും ബാക്കിയില്ല തേക്കാൻ. അപ്പോൾ ഞാൻ ഇതിൽ കൊണ്ട ഈസ് ദ മസ്റ്റ് തിങ്. കൊണ്ട നോട്ട് ജസ്റ്റ് കൊണ്ട, ഇറ്റ്സ് എൻ എമോഷൻ എന്ന് പറയും. കൊണ്ട ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഓക്കെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ഇതുണ്ട് വിശേഷം അങ്ങനെ തേച്ചിട്ട് ഇത് നല്ല എണ്ണ ഞാൻ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞ പോലെ ഞാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് ഒരു ലോങ് ബാത്തൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം കഴിഞ്ഞ് കുളിച്ചൊരു ഫീല്. പക്ഷെ ഞാൻ കുളിക്കാറുണ്ട് ഡെയിലിയും. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ട് ഓയിലൊക്കെ ചെയ്ത് ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ഫ്രഷ് ഫീലില്ല. അതുപോലെ ഒരു ഭയങ്കര കാമായിട്ടുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ ബേസിക്കായിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മോയ്സ്ചറൈസർ പ്ലമ്മിൻ്റെ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത്. നല്ല മോയ്സ്ചറൈസറാണ് ഫോർ ഓയിലി സ്കിൻ. ആൻഡ് അക്വോളജിയുടെ സൺസ്ക്രീൻ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുറത്തു കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ചേച്ചിക്ക് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബേസിക്കായിട്ടുള്ള സ്കിൻ കെയർ ചെയ്തിട്ട് ജസ്റ്റ് കോമ്പാക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങിയായിരുന്നു. തല ഉണങ്ങാൻ വയ്ക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. എന്താ സംഭവിച്ചാൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഡ്രയറോ അങ്ങനത്തെ ഒരു സാധനവും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഹോസ്റ്റലിൽ ഭയങ്കര റെസ്ട്രിക്ഷനാണ് ഹോസ്റ്റലിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഫാൻറ്റിൽ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ കുറച്ച് കോംബ് ചെയ്ത് ഇട്ടപ്പോൾ കുറച്ചത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഫ്രീ ഹെയർ വിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ, സീ യു.